അങ്ങനെ പിടിച്ചു എന്നങ്ങനെ ഇട്ടു. തുറന്നു നോക്കിയേ. ഇപ്പൊ നമുക്കൊരു മാജിക് കാണിക്കണ ഇപ്പം ഉപകരണമൊന്നും ഇല്ല. ഇതാണ്ടോ, ഒരു ചെറിയ കല്ലാണ്. വേണമെങ്കിൽ പഠിച്ചോ. ഇതാ ഒന്ന് ഇതിങ്ങനെ വെക്കുക, എല്ലാരും കണ്ടു ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഒരു തട്ട് ഇട്ടുക. പിന്നെ തന്ത്രങ്ങൾ. അപ്പൊ ഈ മാജിക് ഇങ്ങനെ ഇട്ടില്ല, മനസ്സിലായില്ല? ഇട്ടിട്ടില്ല. ഇപ്പൊ കോയിൻസ് ഇപ്പൊ എവിടെയാണ്? അതാണ് ഞാൻ അങ്ങനെ വല്ലതും നിങ്ങൾ ഇതിൽ നിന്നപ്പോ കാണും, ആ പോയല്ലോ. പക്ഷെ പോയത് ഇവിടെയാണ്, ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ പിടിക്കത്തുള്ളൂ, അതവിടെ ഇല്ല. എന്ത് പറ്റി? കണ്ടുപിടിക്കാൻ നോക്കിയതാണല്ലോ. അപ്പൊ जानते हैं क्या? नहीं जानते. नहीं എന്ന് പറഞ്ഞാൽ नहीं. शैतान के बच्चे കാണിക്ക്. शैतान के बच्चे. ചിരിക്കുകയാണോ കരയുകയാണോ? കാര്യം ചെയ്യും. ഒന്ന് ഊത്, അത് ഊത്. ഊതിയതാ തുപ്പിയതാ? ഊതിയതാ. ഇത് ഔട്ടായി. മുറുക്കി പിടിച്ചോളണം. ഞാൻ ഈ റിങ്ങിന് ഇടാണ്. 1 2 ഈ മന്ത്രം നിങ്ങൾ എവിടെങ്കിലും പറഞ്ഞാലും വെല്ലവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി, അവന്റെ മുണ്ടഴിഞ്ഞു പോകും. ഇതിപ്പോ ഗുരുനാഥന്റെ തലക്ക് നോക്ക്. ഇയാളെ എവിടുന്ന് കിട്ടി? വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ മാജിക്കിന്റെ മായാജാലം തീർത്ത് നമ്മളേക്ക് ഇങ്ങനെ അത്ഭുതത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഷംസുക്കാടെ വീട്ടിലാണ്. ഷംസുക്കാനെ കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാജിക് കണ്ട് നമ്മളിങ്ങനെ ആളെ നമുക്ക് ഓൾറെഡി അറിയാം. ഈ മാംഗോ സീഡ് വെച്ചിട്ട് നിമിഷങ്ങൾ കൊണ്ട് അത് ഒരു മാവാകുന്നതും അതിൽ നിന്ന് നമ്മൾ മാങ്ങ പറിച്ച് കഴിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് വൈറൽ സ്റ്റിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാജിക് വീഡിയോ ആണ്. സോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ അദ്ദേഹത്തിനെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിന് കാണാം. വാ. നമസ്കാരം. നമസ്കാരം. കുറെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ മാംഗോ സീഡിന്റെ മാജിക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് മെയിൻ ആയിട്ട് കാണാൻ ഉള്ള എക്സൈറ്റ്മെന്റ്. ഇംഗ്ലീഷും വന്നു, അതിൽ മലയാളം വന്നു അല്ലേ? സീഡ് പറഞ്ഞ ഇംഗ്ലീഷ്, മാംഗോ എന്താ മലയാളത്തില്? മാംഗോ സീഡ്. മാങ്ങ അണ്ടി കൊണ്ട് മാവാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ മാംഗോ സീഡ്. ഞാൻ CBSE. അപ്പൊ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? മാംഗോ അല്ല, ഞാൻ സുഖം തന്നെയാണ്. നമ്മൾ ഇക്കയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. കൊറേ മക്കളും പേരക്കുട്ടികളും ഹൗസ്ഫുൾ ആണ് മൊത്തം. സന്തോഷം. ദീർഘായുസ്സട്ടെ എല്ലാവർക്കും. അതെ, നിങ്ങൾക്കും. താങ്ക് യു. ഇൻഷാല്ലാ. അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് മാജിക്കുകൾ ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ ഒരു ചെറിയൊരു മാജിക്കിലൂടെ നമുക്ക്. ചെറിയ മാജിക്കോ? വലിയ മാജിക്. മജിഷ്യൻ എന്ന് പറയുമ്പോ നമ്മള് സാധാരണ ഉപകരണം വെച്ചിട്ടൊക്കെ അല്ലേ മാജിക് കളിക്കല്ലേ? സ്റ്റേജുകളിലൊക്കെ ഉപകരണ സാധനം. സ്ട്രീറ്റ് മാജിക് അങ്ങനെയല്ല, ജനങ്ങളെ റൗണ്ടിലെ ആൾക്കാരെ നിർത്തിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിലവിടെ നല്ലവരും ചീത്തവരൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് സംസാരിക്കുക, എങ്ങനെയാണ്, ആരോടാണ്, എങ്ങനെ, ഇതൊക്കെ ഒരു ഇതാണ്. ഇപ്പൊ നമുക്കൊരു മാജിക് കാണിക്കണ ഇപ്പം ഉപകരണമൊന്നും ഇല്ല, ചെറിയൊരു സംഭവം ഇല്ല. ഇതാണ്ടോ, ഒരു ചെറിയ കല്ലാണ്. നോക്കേ, കല്ലാണ്. ഈ കല്ലും കൂടെ ഈ കല്ല് തന്നെയല്ലേ? മാജിക്കിന്റെ ഉപകരണം ഒന്നുമല്ല അല്ലേ? ഈ സാധനം തന്നെ ഇങ്ങനെ വെക്ക, ഇങ്ങനെ ഈ കയ്യില് ഇവിടെ ഇങ്ങനെ തട്ടുക, ഇങ്ങനെ തട്ടി ഇങ്ങനെ ആക്ഷൻ ആണ്. ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ച സാധനം അവിടെ അത് പോയി. ഒരു കല്ലും കൂടി എടുത്തു. പേടിക്കണ്ട. ഒരു കല്ലെടുക്കാൻ ഇത്ര പേടിയാണെങ്കിൽ നാളെ കണ്ടുപിടിക്കാനും ഉണ്ടോ സാമർത്ഥ്യം? ഇതെന്താ നിങ്ങളുടെ അല്ലേ? ഈ കല്ലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ കാണിക്കുന്നത് നിങ്ങളുടെ അല്ലേ? അല്ലേ? ഇതിന്റെ അകത്ത് ഇടണം. ഇട്.
എന്താ ഉണ്ടിപ്പാത്രത്തിൽ കാശിട്ടുള്ള പരിചയമാണ്. ഇതൊരു മാജിക്കിന്റെ ഡയലോഗാണ് കേട്ടോ. ഓക്കെ, എത്ര വിലട്ട്? ഒരെണ്ണം. എത്ര പോയത്? ഒരെണ്ണം. ഒരെണ്ണം പോയി. ഇപ്പൊ എത്ര ഉണ്ട്? 2 രണ്ടെണ്ണം. പിന്നെ പഠിക്കുക വേണമെങ്കിൽ പഠിച്ചോ. ഇതാ ഒന്ന് ഇതിങ്ങനെ വെക്കുക, എല്ലാരും ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഒരു തട്ട് കെട്ടുക. പിന്നെ അപ്പൊ ഇത് മാജിക്കാണ്. പിന്നെ ഈ കല്ലെടുക്കുക, എല്ലാരും കാണുന്ന പോലെ അങ്ങനെ തട്ടുക, എന്നിട്ട് ഈ ചെവിയിൽ വിടുക. ഈ ചെവി നോക്കൂ, ഈ ചെവി എന്നിങ്ങനെ വിടുക. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് പെട്ടെന്ന് കാണിക്കുന്ന ചെറിയ ഐറ്റംസുകളാണ്. ഇത് ആക്ച്വലി ഇത് ഏത് പ്രായത്തില് ഈ മാജിക് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്? അത് ഏത് പ്രായത്തിലും പഠിക്കാം. കൈ വറക്കുന്നവരെ. ഞാനൊക്കെ പഠിച്ചത് അതിനൊക്കെ താഴെയുള്ള പ്രായത്തിലാ. അതിലും നമ്മളെ വാപ്പകാരന്മാര് പഠിപ്പിച്ചു തരുമൊന്നുമില്ലല്ലോ. മെജിഷ്യൻ, ബാപ്പയുടെ ബാപ്പ മെജിഷ്യൻ, അവരുടെ ബാപ്പ പാരമ്പര്യമല്ലേ. അതല്ല മാങ്കോട്ടിയുടെ പഴയ കാലത്തെ ഫോട്ടോ ഉണ്ടത്. എന്റെ ബാപ്പന്റെ പേരെന്താ? എന്റെ പേര് ശംസുദ്ദീൻ, ശംസുക്കാന്ന് വിളിക്കും. എന്റെ ബാപ്പന്റെ പേര് ഹസൻ സാഹിബ്, മൂപ്പര ബാപ്പയുടെ പേര് ഹാസിം സാഹിബ്, മൂപ്പര ബാപ്പയുടെ പേര് ഹുസൈൻ സാഹിബ്, അതിന്റെ ബാപ്പയുടെ പേര് മൊയ്തീൻ സാഹിബ്. അപ്പൊ എന്റെ ശംസുക്കാക്ക് സാഹിബ് വേണ്ട, കുഞ്ഞാലിക്കുട്ടി സാറ് സാഹിബ് എന്ന് വിളിക്കും, വേണ്ട പറയും. അതിലൊന്നും താല്പര്യമില്ല. നമ്മളൊരു കലാകാരനാണെങ്കിൽ ആ കലയെ നല്ല സ്നേഹിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ഭാര്യ മക്കൾ തന്നെ നമ്മളൊരു കാലഘട്ടത്തില് ആരും വേണ്ടാന്ന് ഒരു ഉദാഹരണം പറയാണ്. ഭാര്യ മക്കളെ നമ്മൾ ഒഴിവാക്കാനുള്ള ഉദ്ദേശമല്ല, എന്നാലും പറയാണ്. മനുഷ്യന്റെ ജീവിതമല്ലേ. ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. പെട്ടെന്ന് നമ്മളൊരു കഷ്ടകാലത്തിന് ഒഴിവാക്കേണ്ട ഗതികേട് വന്നു പോയി എന്ന് വെച്ചോ. മനുഷ്യന്റെ സ്ഥിതിയാണ്. 10, 50, 60 കൊല്ലം ജീവിച്ചിട്ടും ഭാര്യ ഭർത്താവ് ബന്ധം വേറെടുത്തുന്ന ചരിത്രങ്ങൾ ധാരാളം നമ്മൾ കേട്ടറിവുണ്ട്. ഒരു നിമിഷം പോലും ഒപ്പരുന്ന് ഊണ് കഴിച്ചതിന്റെ ഓർമ്മയില്ല, ഒപ്പം വാരി തന്ന ഓർമ്മയില്ല. തെറ്റിദ്ധരിക്കേണ്ട പേരക്കുട്ടന്റെ പ്രായമുള്ളൂ, നീ കൂടെ കിടന്നിട്ടുള്ള ഒരു ഓർമ്മയില്ല. ഇതൊന്നും ഇല്ലാതെ സ്വന്തം ഭർത്താവിനെ സിമ്പിളായിട്ട് ഒഴിവാക്കണ പെണ്ണുങ്ങളുണ്ട്. അതുപോലെ ഭാര്യനെ സിമ്പിളായിട്ട് ഒഴിവാക്കണ ഭർത്താവും ഉണ്ട്, അല്ലെ? അപ്പൊ ആ വന്ന ജീവിതം എന്താന്ന് പിൻഭാഗം മറന്നുപോയി, മുൻവശത്തേക്ക് മാത്രമേ കാല് വെക്കുന്നുള്ളൂ. അപ്പൊ പിന്നിൽ ഓർക്കുന്നവനക്ക് മുന്നിൽ പോകുമ്പോ സ്റ്റഡിയാണ്, പിന്നിൽ ഓർക്കാത്തവൻ മുന്നിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ജീവിതം, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു മാജിക് ഉണ്ടെങ്കിൽ എന്തറിയോ, മറ്റുള്ള കലയെ പോലെയല്ല. ഇപ്പൊ ഞാനിവിടെ ഒന്ന് പെട്ടുപോയി, പട്ടിണിയായി, വയസ്സായി, ആരും ഇല്ല തരാന്, ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല. അപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ പോയിട്ട് 2-3 യൂണിയൻ പണിക്കാർ അവിടെ ഉണ്ടാന്ന് വെച്ചോ. ഒന്നും വേണം, മോളെ കാര്യം തന്നെ എടുത്തോ. ഇപ്പൊ ഞാനിപ്പോ 2 മാജിക് കാണിച്ചു. ഞാൻ മോളത്ത് പറയണം, മോളെ വയസ്സായി, മോളെ കൈയൊക്കെ പറക്കാൻ തുടങ്ങി, വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, മോളെ ഞാൻ 2 മാജിക് കാണിച്ചാൽ എനിക്ക് എന്തെങ്കിലും സഹായിക്കുക ചോദിച്ചാല് അങ്കിള് മാജിക് കാണിക്കുക പറയും. അപ്പൊ മാജിക് സാധനം ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു കല്ലെടുത്തു, ഈ കല്ലെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് ഒറ്റ കുത്തൂതിയാ പോയി. അപ്പൊ ഈ ഒരു മാജിക് കാണിക്കുമ്പോൾ മോളെന്ത് വിചാരിക്കും? നേരെ ഒരു ചായയും പരിപ്പൊടിയും വാങ്ങിച്ചു തരും, പോരെ? വീണ്ടും നമ്മൾ ഇങ്ങനെ കാണിച്ചപ്പോൾ അത് വന്നു. ഇങ്ങനെ അപ്പൊ മാജിക് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എവിടെ പോയാലും ജീവിക്കാം. പക്ഷെ ക്ലോസപ്പ് മാജിക്, കൈയടക്കങ്ങൾ പഠിക്കണം. അതായത് സ്റ്റേജ് മാജിക് പഠിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റേജ് മാജിക്കിന് എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേജ് ഉണ്ടാക്കി തരും അവര്, നമുക്ക് മാജിക് കാണിക്കാൻ ഇല്ല. അപ്പൊ സിമ്പിൾ ഐറ്റംസുകൾ ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങളുടെ ഇതൊരു 2-ന്റെ നാണയം നോക്ക്, ചെക്കപ്പ് അല്ലേ, 2 രൂപയാണ്. ഇപ്പൊ എത്ര ദൂരമാണ് നിങ്ങൾ ഇപ്പൊ ഇത്രയും ഡിഫറൻസ് ആണ് അല്ലേ? കണ്ണിന്റെ എത്ര അടുത്തുണ്ട് മുഖവും ഈ കോയിൻസും തമ്മിൽ? കാണുന്നുണ്ടല്ലോ. ലോക്ക് ചെയ്യുന്ന കേട്ടോ, എന്നാൽ സ്ലോവില് കൊണ്ടുപോകണേ, സ്പീഡിലല്ല. ഇതെവിടെ വെച്ച്? കയ്യില്. ഇപ്പോഴോ? കയ്യില്. അവിടെ അടച്ചിട്ട് ആക്ഷൻ കാണിക്കാണ്, ഇങ്ങനെ പിടിക്കാണ് കേട്ടോ, ഇങ്ങനെ പിടിച്ച് പീച്ചാണ്. 1, 2, 3 ഔട്ട്. അപ്പൊ ഇത്ര കണ്ണിന്റെ മുമ്പ് ഞാൻ സാധനം പോണത്. അതാണ് മുതുകാട് ഗോപിയേട്ടൻ പറയും, ഈ ശംസുദ്ദീൻ മാജിക് കളിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പീച്ചാണ്, അപ്പൊ അവിടെ തന്നെ വരികയാണ്. മനസ്സിലായില്ലേ? ഒരു മാജിക് പഠിപ്പിച്ചു തരാൻ എത്ര സമയം എടുക്കും? അങ്ങനെയല്ല, പ്രാക്ടീസ് വേണം. മാജിക് പഠിക്കണമെങ്കിൽ ഈ കോയിൻസ് അല്ലേ, ഇപ്പൊ ഇതെങ്ങനെ വെച്ചു പോയി. പക്ഷെ ഇവിടെയാണ്, ഈ കൈന്റെ ഉള്ളിലാണ് ഇത് ഉള്ളത്. ഇപ്പൊ നമ്മള് ഇങ്ങനെ കാണിച്ചു ഉണ്ടോ, ഈ വിരലിങ്ങനെ ചൂണ്ടിയില്ലേ? അപ്പൊ ചൂണ്ടുമ്പോ നിങ്ങൾ ഇവിടേക്കല്ലേ നോക്കുന്നത്. അപ്പൊ ഈ കോയിൻസ് ഇവിടെ ഉള്ളത് അറിയുന്നില്ലല്ലോ. അതാണ് ടെക്നിക്. അത് ആ ടെക്നിക്കാണ് നമ്മൾ അറിയേണ്ടത്, തന്ത്രങ്ങൾ. അപ്പൊ ഈ മാജിക് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടില്ല, പിടിച്ചിട്ടാണോ ഇവിടെ ഇട്ടിട്ടില്ല,
മനസ്സിലായില്ല? മനസ്സിലായി. ആ ഇട്ടിട്ടില്ല. ആ ഇപ്പൊ കോയിൻസ് ഇപ്പൊ എവിടെയാണ്? ഇവിടെ. അതാണ് ആ. ഇതാണ് ടെക്നിക്കാണ്. അപ്പൊ കോയിൻസ് ഇവിടെയാണ്. ആ ഇതിൽ ഇട്ടിട്ടില്ല. ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് നോക്കും. ഇതാണ്ടോ ഇങ്ങനെ നിങ്ങൾ ഞങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ കാണും, ആ പോയല്ലോ. പോയില്ല. പക്ഷെ പോയത് ഇവിടെയാണ്, ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ പിടിക്കത്തുള്ളൂ. അതവിടെ ഇല്ല. എന്ത് പറ്റി? പിന്നീട് കണ്ടുപിടിക്കാൻ നോക്കിയതാണല്ലോ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ സംഗതി പോയില്ലേ? അതാണ്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഒരു കോയിൻസ് കൂടി എടുക്കണ്ടേ? അപ്പൊ ഒരു 2 പോയി. ഇത് ഒരു 2 പിടിക്കും. 2 രൂപയല്ലേ? ഓക്കെ. എത്ര ഡേറ്റ് നോക്ക്? 1982 1982. ഇത് കൊണ്ടേ കടയിൽ കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും 2 മിഠായിക്ക് വാങ്ങാം അല്ലേ? 2 രൂപയല്ലേ ഉള്ളൂ അല്ലേ? ഇട്. ഈ കോയിൻസ് എന്താണോ ഇട്ടു, തട്ടി ഇട്ട് തുറന്നു. പക്ഷെ പോക്കറ്റിലാണ് പൈസ. സ്പീഡാ നോക്ക്. അത് ഡേറ്റ് നോക്ക്. 1982. അത് എത്ര ഉണ്ട്? ഒരെണ്ണം. ഇത് പിടിക്കുക, ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി എടുക്കാം. ഇപ്പൊ എത്ര ഉണ്ട് നോക്ക്? 2 ഇങ്ങനെയൊക്കെ മാജിക് കളിക്കുമ്പോ ഇഷ്ടപ്പെട്ടോ? പിന്നെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. പിടിച്ചോ, ഞാൻ കാണിക്കണ പോലെ കാണിക്കാം. ഒരു കോയിൻസ് എടുക്കാം, ഇങ്ങനെ വെക്കുക, ഒരു തട്ട് കെട്ടുക, നോക്ക്, ഇങ്ങനെ കയറ്റുക. അപ്പൊ പോയി. പിന്നെ ചാടി. നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ വീട്ടിൽ കുത്തിരിക്കുക, ഒരു 2 രൂപ കയറ്റി നോക്കുക. 1-2 കയറുമ്പോൾ ലെവലാവും. ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെയാണ് ഡയലോഗ് കേട്ടത്. ഒരു കലാകാരൻ ഒരു മാജിക്കിന്റെ പരിപാടി എങ്ങനെ അറിയോ? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു കലാകാരന് ഒരാളെ കരയിപ്പിക്കാൻ താല്പര്യപ്പെടില്ല. കലാകാരൻ കരയിപ്പിക്കില്ല, അവൻ ചിരിപ്പിക്കും. ചിരിക്കുന്നവന് ആയുസ് കൂടും. കേട്ടറിവുണ്ട് അല്ലെ? ചിരിക്കുന്നവന് കുലുങ്ങി ചിരിക്കുമ്പോൾ ആയുസ് കൂടും. വീട്ടിൽ കുത്തുന്നത് ചിന്തിക്കുന്നവൻ ഭ്രാന്തനാവും. ഇവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ആലോചിച്ച് ഭ്രാന്തനായ ആൾക്കാരെ ധാരാളം കാണാം. മൈൻഡ് പോയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. കാരണം അവരുടെ പോയിന്റ് അല്ല. മനസ്സിലായി? ചെക്കപ്പ്. പക്ഷേ മാജിക് അവതരിപ്പിക്കുന്നതിലല്ല ഇതിന്റെ അടിത്തറ കിടക്കുന്നത്. ആ മാജിക്കിൽ കൂടി നമ്മൾ മെസ്സേജുകൾ കൊടുക്കണ്ടല്ലോ, ഡയലോഗുകൾ സംസാരിക്കുന്നില്ലേ? ആ സംസാരിക്കുന്ന ഭാഷയിൽ പല അറിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസിൽ എഴുതിയിട്ട് ആ കടലാസ് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുമോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? കഴിക്കാൻ കൊടുക്കണം. പഞ്ചാര തന്നെ നക്കണം, അപ്പോഴാണ് മധുരം ഉണ്ടാവും. കഴിച്ചു നോക്കണം അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മളൊരു അഭ്യാസം കാണിക്കുകയാണ്, ഒരു പരിപാടി കാണിക്കുകയാണെങ്കിൽ ആ പരിപാടിന്റെ ഒരു ഉള്ളടക്കങ്ങൾ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെതായ ചില ഭാഗങ്ങൾ അവർക്ക് ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ ഇത് തമിഴിലാണ് ഇത് തമിഴ് മാജിക് ആണ്, തമിഴ് ഡയലോഗാണ് ഇതിനെ വരിക. മലയാളത്തിനും പറയാം. ചരട് നോക്കിയില്ലേ? ഇത് എനിക്ക് ഭാഷകളൊക്കെ ഒരു 5-6 അറിയാം. बहुत अच्छा बात करने के लिए आते हैं मुझे हिंदी. आपको जानते हैं हिंदी? नहीं जानते? नहीं. अच्छा. माफी मुश्किल. अच्छा. ആകെ ഹിന്ദിയിൽ ഒരു സമാധാനം എന്താ അറിയോ? ക്യാ ഭായ് ബഹുത് അച്ഛാ. നല്ല അച്ഛനാണെന്ന്. നല്ല അച്ഛനാണ്. അത് മലയാളത്തിൽ നല്ല അച്ഛനാണ്. ബഹുത് അച്ഛാ. എന്തച്ഛൻ? നല്ല അച്ഛൻ. അപ്പോ ഇത് നോക്കണം. ഇതൊരു ചരടാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ് അല്ലേ? കയ്യിന്റെ അത്ര ഹൃദയമുണ്ട്, കടലിന്റെ അത്ര മോഹങ്ങളാണ് മനുഷ്യനെ. സംശയമില്ല. പിന്നെ ഞാൻ ഇത്രയും പേരും പ്രസിദ്ധി എടുത്ത് അതിൻ്റെ ഉള്ളിൽ അവാർഡുകൾ കിട്ടിയത് കണ്ടോ? ഉള്ളിൽ പോയി നോക്കിയോ? കണ്ടില്ലേ? ഇന്നും ഞാൻ പൈസന്റെ മുകളിൽ താല്പര്യമില്ലാതിരിക്കുകയാണ്. എനിക്കതിൽ താല്പര്യമില്ല. പക്ഷെ അങ്ങനത്തെ ഞാൻ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഇപ്പൊ പൈസന്റെ താല്പര്യം വന്നു പോയി പെട്ടെന്ന്. കാരണം എൻ്റെ മകളുടെ ഭർത്താവ് ഇക്കറ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കാണ്. അതിന് യൂട്യൂബ് ചാനലുകാർ ചെയ്തിട്ട് ഒരു 10-15 ലക്ഷം അടച്ചു കഴിഞ്ഞു. ഇനി 10-17 ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. ഈ വ്യക്തിക്ക് മഞ്ഞപ്പിത്തമാണ് വന്നത്. മഞ്ഞപ്പിത്തം വന്നത് നാടൻ മരുന്ന് കഴിച്ച് നോക്കുമ്പോൾ അത് മാറ്റം കണ്ടില്ല. അപ്പോൾ ഓവറായിപ്പോയി. അപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലാണെന്നുള്ളതായി. കല്ലിന് എടുക്കാൻ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അതിൽ കണ്ടത്. ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ എന്തായി? ക്യാൻസറായി. അപ്പോൾ ഗവൺമെൻറ് സാലറി ഉണ്ടല്ലോ, ആരോഗ്യ ഇൻഷുറൻസ്, അത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അത് വാങ്ങിച്ച് അവർ വെച്ചു. പിന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ബ്ലീഡിങ് ആയി
ഇൻഫെക്ഷനായി പോയി. പിന്നെ ഇപ്പോൾ ഇക്ര ആസ്പത്രി കോഴിക്കോടാണ് ഇപ്പോൾ 2 മാസമായിട്ട് ബില്ലുകൾ കയറിക്കൊണ്ടിരിക്കുക. പാവപ്പെട്ടവനിക്ക് അവിടെ നിന്ന് ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റും? പൈസയും സ്വർണത്തിന്റെ മുകളിൽ ആഗ്രഹമുള്ള ആൾക്കാരാണ് കൂടുതലും അല്ലേ? ഇത് കണ്ടോളൂ. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് അല്ലേ? ഒന്ന് തുടക്കം കുടിച്ചാൽ അതിനൊരു അവസാനമുണ്ട് അല്ലേ? ആ അവസാനം ആകുന്നതിന്റെ ഇടയിൽ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരാൻ പാടില്ല അല്ലേ? കേട്ടോളൂ. மனிதன் வாழ்ந்து கொண்டிருக்கும் பொழுது ஒரு பிறப்பு இருந்தால் உடன் இறப்பு இருக்கின்றது. அதில் 3 ആശകൾ ഉണ്ട്. 3 ആഗ്രഹങ്ങൾ. തെറ്റിദ്ധരിക്കരുത്, പറയുമ്പോൾ ഒരു ഡയലോഗാണ് കേട്ടോ. 3 ആശകൾ. 1 2 3. அது 1 மண்ணாசை, 1 பெண்ணாசை, 1 பொன்னாசை. புரியுதா? അപ്പൊ അതിന്റെ അർത്ഥം മണ്ണിനോട് പൊന്ന്. മണ്ണാസൈ, പെണ്ണാസൈ, പൊന്നാസൈ. അപ്പൊ അതിന്റെ ആഗ്രഹങ്ങൾ മണ്ണിനോട്. ഏക്കറക്കണക്ക് സ്വത്ത് സ്ഥലവും വീടും ഉണ്ടെങ്കിലും 1/2 സെന്റ് സ്ഥലം അപ്പുറത്ത് ആരും കാണാതെ ഒരു സ്ഥലം ഇവന്റെ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിൽ അതിന് നാഥനൊന്നും ഇല്ലെങ്കിൽ അവന്റെ പണിക്കാരനോട് പറയും, എടാവേ ആ വേലി കെട്ടുമ്പോ ആ 1/2 സെന്റ് കൂടി ചേർത്തി കെട്ടിക്കൂടാന്ന്. അപ്പൊ അവൻ മണ്ണിനോടുള്ള ആശയാണ്. അള്ളാഹു അവനക്ക് മണ്ണിന്റെ ആശയ്ക്ക് കബറിന്റെ ഉള്ളിൽ അവനക്ക് നല്ല മണ്ണ് കൊടുക്കും. ഒന്നാമത്തെ. പിന്നെ പെണ്ണാസൈ, അവനെ ഒന്നിലേക്കും പറ്റത്തില്ല. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒന്നും പറ്റത്തില്ല. അന്ന് അവൻ വയസ്സായാലും ശരി, അവന്റെ കണ്ണ്, അവന്റെ ഹൃദയം മരിച്ചിട്ടുണ്ടാവില്ല, വയസ്സായിട്ടുണ്ടാവില്ല. റോട്ടിൽ ഒരു പെണ്ണ് പോകണമെങ്കിൽ കുറച്ച് തർക്കടില്ലെന്ന് തോന്നുന്നു നല്ല സൈസായി പോണ പറയും. അത് പെണ്ണിനോടുള്ള ആശയാണ്. പിന്നെ പൊന്ന്, അവന് എത്ര തന്നെ സ്ത്രീധനം കിട്ടിയാലും അവനെ മതിയാകത്തില്ല. അതാണ് ഈ ഉത്തര കൊലക്കേസ് പോലെ ഒരു പെൺകുട്ടിനെ കൊന്നളഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന് ദൈവം കൊടുക്കുന്ന ശിക്ഷ ഇതാണ് കണ്ടോ. ജനിച്ചിട്ടുണ്ട്, മരണമുണ്ട്, അതിന് അവന് ശിക്ഷ ദൈവം അങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ? ചങ്ങലിട്ട് കെട്ടിക്കളയും. കണ്ടില്ലേ? കെട്ടിയില്ലേ? ഓക്കെ, പിടിക്ക്, ഒന്ന് വലിച്ചു പിടി. ഇങ്ങനെ കെട്ടിയില്ലേ? നല്ല മുറുകിയില്ലേ? വലിച്ച കിട്ടുന്നില്ല, നല്ല ടെമ്പറായി. അവൻ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഈ കെട്ടിൽ നിന്ന് അവനെ ഈ നൂല് വെണ്ണയിലിട്ട് വലിക്കുന്ന മാതിരി അവന്റെ പാവത്തിന് അള്ളാഹ് പൊരുത്തപ്പെട്ടിട്ട്, പടച്ചവും പൊരുത്തപ്പെട്ട് അവനെ ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുപോകും. അവൻ പാവം ചെയ്തവാണെങ്കിൽ വലിച്ചാൽ പോലും അവന്റെ റൂഹിനെ വലിച്ച് പട്ടിലും കൂട്ടത്തിൽ മുണ്ടിട്ട് വലിക്കണം. അറിയാം, ഒന്ന് വലിച്ചു നോക്കുന്നത് നല്ല മനുഷ്യനാണോ എന്ന് അറിയാനാണ് കേട്ടോ. ഞാനാണ് നല്ല മനുഷ്യൻ. പോകുന്നുണ്ട് എത്ര ഇറിയിരിക്കുന്നു, ഈ ഇറുക്കത്തിന്റെ ഉള്ളിൽ നല്ലത് പോകുന്നു. അപ്പൊ മനുഷ്യൻ എത്ര നന്നായിരിക്കണം ആലോചിച്ചോക്ക്. അപ്പൊ ഇങ്ങനൊരു കെട്ട് വീണെന്ന് വെച്ചോ, ജീവിതത്തിൽ കുടുക്ക് വീഴല് ധാരാളമാണ് അല്ലേ? കുടുക്കപ്പെടല് ഇതാ. അതപ്പോ ഇങ്ങനെ കെട്ടി അല്ലേ? 3 കെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? മരിക്കുമ്പോഴല്ല, എപ്പോഴും കെട്ടാ. അല്ലല്ല, ഈ പെണ്ണുങ്ങൾ എങ്ങനെയാണ്, താലി കെട്ടുമ്പോ തല താത്തിയാ പിന്നെ പൊന്തിച്ചാ പിന്നെ താത്തില്ല അവര്. ഇതാണ്ടോ ഇങ്ങനെ കുടുക്കിടുക. ഇപ്പൊ കുടുക്കല്ലേ, എങ്ങനെ കെണി കുടുങ്ങിയിരിക്കുന്നത്. ഈ കുടുക്കുന്ന നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മെല്ലെ പതുക്കെ ചരട് പിടിച്ച് മെല്ലെ ഇങ്ങനെ വലിക്കുക. ഇവൻ ചെയ്ത പാവത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കുടുക്കുന്നവനെ രക്ഷപ്പെടണം. മെല്ലെ 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 പതുക്കെ ഇങ്ങനെ. ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ മാജിക്കാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, സാധാരണ മജീഷ്യൻ ഫുൾ കൈ ഷർട്ടൊക്കെ ഇടും, കോട്ട് ഇടും അല്ലേ? നമുക്ക് ഇതൊക്കെ മാറ്റാം, കുറച്ച് കയറ്റാം. വാച്ച് അവിടെ ഊരി വെച്ചു കേട്ടോ. ഇവിടെ കുറയൊന്നുമില്ല അല്ലേ? ഫ്രീ അല്ലേ? കൈകളൊക്കെ ഫ്രീ ആണ്. 2 രൂപ, 2 രൂപ, 2 രൂപ. അപ്പൊ എത്ര രൂപയായി? 6. നോക്കിയേ, 3 കോയിൻസ് അല്ലേ? 6 രൂപയാണ്. മജീഷ്യൻ ഇവിടെ മറവുണ്ടാവും, അവിടെ മറവുണ്ട്, അവിടെ മറവ്. ഇവിടെ മറവൊന്നുമില്ല, ഓപ്പൺ അല്ലേ? കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ കൈ കൊണ്ട് വെറുതെ നടക്കണം. ഇവിടെ എത്ര ഉണ്ട് ഇപ്പൊ? 2. ഇവിടെയോ? 1. സത്യം അതല്ലേ? ഞാൻ പോക്കറ്റിലൊന്നും ആക്കിയിട്ടില്ലല്ലോ. ഇല്ല, എവിടെ ഇട്ടിട്ടില്ല. ഇവിടെ തന്നെ, ഇവിടെ തന്നെ അല്ലേ? ഔട്ട് പൈസ കയ്യിലൊന്നുമില്ല. അപ്പൊ എവിടെ പോയി? അപ്പൊ നിങ്ങക്ക് തോന്നും 2 കോയിൻസിന്റെ ഒരെണ്ണം പോയില്ല, അത് ഇതിന്റെ അടിയിലുണ്ടാവുന്ന. ഇല്ല, നമ്മൾ കാണുമ്പോ എത്ര ഉണ്ട്? 2. എത്ര ഉണ്ട്? 2 കോയിൻസ് അല്ലേ? പഠിച്ചാൽ നിങ്ങൾക്കും ചെയ്യത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. മറ്റേ ചീട്ട് ഇങ്ങനെ കാണിക്കണ മതി, അങ്ങനെ കാണിക്കുക. ഇപ്പൊ എത്ര പോയി? 2. ഈ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇല്ല.
ഈ കയ്യിൽ ഇങ്ങനെ വെക്കുക. ആ എത്ര എണ്ണമാണ്? 2. നല്ല കണ്ടീഷനാട്ടോ നോക്കണത്. എവിടെയെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ഭയങ്കര കണ്ണാട്ടോ. അതെ. ഇങ്ങനെ വെച്ചിട്ട് ഈ കയ്യിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. റെഡി 1 2 3 തുറന്ന് നോക്കുക. എനിക്കറിയായിരുന്നു വരുന്നറിയാ, പക്ഷെ അതല്ല വരാതിരിക്കില്ലല്ലോ. എവിടെന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വന്നൊന്ന് നോക്കി കണ്ടുപിടിച്ചോ. ഇല്ല. അപ്പട്ടല്ലേ കളി. അപ്പൊ പിന്നെ ഡൗട്ടായി. ആ ഇത് 2 എണ്ണം ഇങ്ങനെ പിടിച്ചില്ലേ അല്ലേ? സംശയമല്ല. ആ അപ്പൊ ഈ ചെറുതില്ലേ, ആ ഇത് ഇതിന്റെ അടിയിൽ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവുന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ കാണുന്നുണ്ടോ? ആ ഇല്ല ഇല്ല കാണുന്നില്ല. എന്താ നോക്കിയാ 3 എണ്ണം ആ ഇങ്ങനെയാണോ? ആ 3 എണ്ണം കാണുന്നില്ല. ആ ആദ്യം 3 എണ്ണം കണ്ടില്ലല്ലോ. കണ്ടില്ല. ആ അപ്പൊ ഇതെങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചാലോ? കാണും. കാണും. ഇങ്ങനെ വെച്ചാലോ? കാണും. കോയിൻസ് കാണുന്നുണ്ട്. ആ 3 എണ്ണം ഉണ്ടെന്നുള്ള ടെക്നിക്ക് കാണുന്നുണ്ട്. ആ ഇങ്ങനെ വെച്ചാലോ? അപ്പോൾ 3 എണ്ണം കാണില്ലേ? ഇല്ല. 3 എണ്ണം കാണില്ലേ? ഇല്ല. എവിടെ? ഇതെന്താ 1 2 3 കാണുന്നില്ലേ? ആ 1 2 3. അതെ. ഇപ്പൊ എത്ര എണ്ണം കാണുന്നുണ്ട്? 1. ഇതാണ് മാജിക്. നമ്മളെ ജീവിതത്തിൽ കാണാത്തൊരു മാജിക് കാണിക്കട്ടെ. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതാണ് എല്ലാം കണ്ടിട്ടില്ല. ഇത് എത്ര നോക്ക്. 5. നല്ല തിരിച്ചു മറിച്ച് നോക്ക്. 5. കാണിച്ചു കൊടുക്കാൻ പറ. 5 തന്നെ. സംശയമില്ല. ഇല്ല. 5 രൂപയുടെ കോയിൻ. കോയിൻസ് അത് ഇവിടെ വെക്ക്. എത്രയാണ്? 5. ഈ 5 റുപ്യാണ് ഞാൻ എന്തുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ഇതിനെ പ്രിന്റ് ചെയ്യാൻ പോകണം കേട്ടോ. ആ ഞാൻ പുതിയതായിട്ടൊന്ന് പ്രിന്റ് ചെയ്യാൻ. ആ പ്രിന്റ് ചെയ്തു. ആ എത്രയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചത്? 5. പിടി. 10. അതെങ്ങനാ? 10 തന്നെയാണ്. അതിന്റെ ഡേറ്റ് ഒക്കെ നോക്ക്. 1947 മുതൽ 1972. 10 രൂപ. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടില്ല. വെള്ളി നാണയാണ്. ആണോ? പുരാവസ്തുവാ. പുരാവസ്തു. അതിപ്പോ എനിക്ക് ഒരാള് ഇത് ഞാൻ മാജിക്കിൽ കാണിച്ചപ്പോ ഇത് എനിക്ക് തരുവോ ചോദിച്ചു. ആ എനിക്ക് തരുവോ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് ചോദിച്ചു. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് 1 ലക്ഷം റുപ്യ ചെക്ക് ചെയ്താ പറഞ്ഞു. 1 ലക്ഷം ഈ കോയിൻസിന്. ആണോ? ഞാൻ പറഞ്ഞു തരില്ല പറഞ്ഞു. എന്താ? തരില്ല പറഞ്ഞു. ഞാനത് പുരാവസ്തു അല്ലേ. ഞാൻ 1 ലക്ഷം പറഞ്ഞപ്പോ അയാളെ തരത്തിന് ഇത് വെക്കും. അതെയാണ് നല്ല കൂക്ക്. അപ്പൊ നമുക്കിത് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഭാരതത്തിന്റെ മുതലാണിത്. ഇതൊക്കെ നമ്മൾ കാശിന് വേണ്ടി വിറ്റാ കാശ് ചെലവാകും. പക്ഷെ ഇത് കിട്ടുമോ? ഇല്ല. 1 ലക്ഷം പോക്കറ്റിൽ വെച്ചിട്ട് തപ്പിയാൽ നടന്നാൽ ഇത് കിട്ടില്ല. അപ്പൊ ഈ കോയിൻസ് ഇല്ലേ അല്ലേ, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നും കൂടി എടുക്കുക. ഇഷ്ടപ്പെട്ട മാജിക്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മൾ എത്ര മാജിക് കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ ഇങ്ങനെ ചെറുതൊക്കെ. അങ്ങനെ കണ്ടുള്ളൂ. റിയൽ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഇത് എത്ര നോക്ക് നോക്ക്. 45. ഇപ്പോഴോ? 50. അപ്പൊ എത്രയായി? 50. എത്ര കോയിൻസ് അതിലുള്ളത്? 50 റുപ്യ ഉണ്ട്. 2 3 4 5 6 7 8 9 10. 1 ആ 2 ആ 3 ആ 4 ആ 5 ആ അല്ലേ? ആ സംശയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. 1 2 3 4 5. ആ 5. ഈ 5 കോയിൻസ് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുന്നത്. നഷ്ടപ്പെടുത്തരുത്. പിടിച്ചോ. അടച്ചു പിടിക്ക്. അങ്ങനെ അടച്ചു പിടി. ഇവിടെ എത്ര കോയിൻസ് ഉണ്ട്? 5. 5 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3 4 5 അല്ലേ? ഞാനിപ്പോ മാജിക് കാണിക്കാൻ പോവാണ്. കൂട് വിട്ട് കൂട് മഞ്ഞ് പോകും മായാജാലം. ഇവിടുന്ന് ഇപ്പൊ 4 ഇപ്പൊ ഇതിൽ 5 എണ്ണമാണ്. നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം. ഞാൻ വെറുതെ ഇങ്ങനെ എടുക്കട്ടെ. ഒന്ന് അങ്ങനെ പിടിച്ചു എന്നങ്ങനെ ഇട്ടു. തുറന്നു നോക്കിയേ. എണ്ണി നോക്ക്. എത്ര എണ്ണം ഉണ്ട്? 6. അപ്പൊ ഇതിൽ എത്ര എണ്ണം വേണം? 4. ശരിയാണോ? 4. നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 6. 6 എണ്ണം. ഇങ്ങോട്ട് ഇട്. ഞാൻ തരില്ല. എത്ര വേണം? എടുത്താ നോക്ക്. ഒക്കെ ഇട്. 1 എണ്ണിട്ടിട്. 2 3 4 5 6. സംശയമില്ല. 6 തന്നെ. ഉറപ്പാണ്. സൈത്താനിക്ക വെച്ചേ കാണിക്ക്. അതല്ല നമ്മളാണ്. നിങ്ങളെ ആരെങ്കിലും സൈത്താനിക്ക വെച്ചാൽ വിളിക്കില്ലല്ലോ. ഇത് അടച്ചു പിടിക്കുക. അടച്ചോളൂ. തുറക്കല്ലേ. അപ്പൊ മോളെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട്? 6. ഇതിലോ? 4. എത്ര ഉണ്ട്? 5. അതിലോ? 5. അപ്പൊ 5 അവിടെ ഉണ്ട്.
ആ 5 ഇവിടെ ഉണ്ട്. ആ ഇടില്ല. അല്ലോ 1 2 3 4 5 അല്ലേ? ആ കൈ കാണിക്കും. അടച്ചുപിടി. വിടരുത്. ഇതിൽ 5 എണ്ണം ഉണ്ട് ആ അല്ലേ? ആ അവിടെ 5 എണ്ണം ഉണ്ട് ആ അല്ലേ? ആ എന്നിട്ട് ഒരു കാര്യം ചെയ്യും. ഒന്ന് ഊത്. അതിൽ ഊത്. തുപ്പല്ലേ? പുതിയതാ തുപ്പിയതാ? പുതിയതോ? പുതിയതാണോ? ആ പതുക്കെ ഒന്ന് തുറന്നു നോക്ക്. അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? അതിൽ എത്ര എണ്ണം ഉണ്ട്? 4 നല്ല നോക്കിട്ട് പറ. 4 5 എണ്ണം ഉണ്ട്. അല്ല അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? അതിൽ 6 ഉണ്ടോ? ഏതില്? അതില് ഇതില്. ആ ഉറപ്പാ? ആ നീ ഒരെണ്ണം അടിച്ചു മാറ്റിക്കാണ്. ഞാൻ തരില്ല പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഒന്ന് അടിച്ചു മാറ്റി. ഇല്ല സത്യമായിട്ട് ഇല്ല നുണ പറയുന്നത് ഉറങ്ങുമ്പോ കണ്ടില്ല. ഇല്ല എവിടെ? ഒരു കാര്യം ചെയ്യും. ആ ഇതിലിട്. കൈ കാണിക്ക്. അടക്ക്. ഇപ്പൊ എന്നെ നോക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്. 2 3 4 5 6 7 8 9 10 10 എത്ര എണ്ണം ഉണ്ട്? 10 10 ആ. പോരല്ലോ, ഏ കൂടുതലുണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 അപ്പൊ നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ? ഇല്ല ഞാൻ മാറ്റിയത് 2 എക്സ്ട്രാ തന്നു. 11 ആയില്ലേ? അതെങ്ങനെയാ? അതെങ്ങനെയാ? 1 റുപ്യ. ആ ഇത് ഒരു 5-ന്റെ. ആ ഒരു 5 റുപ്യ കൊടുത്ത് ചായ വാങ്ങിച്ചു ആ കുടിച്ചു. ചായ വാങ്ങിച്ചാൽ പോരോ, പരിപ്പോടെ കട എന്തെങ്കിലുമൊക്കെ വേണ്ട. ആ കടി. അപ്പൊ കടി ഇല്ലാത്തതുകൊണ്ട് ഒരു 1 റുപ്യ എടുക്കുക. ആ ഇങ്ങനെ പിടിക്കുക. ആ ചായ കുടിച്ചു. ആ എന്നാ കഴിക്കാം. ആ ചങ്കല് കുടുങ്ങിയെന്ന് തോന്നിയാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഒരു പകുതി എടുക്കാം. അങ്ങനെ അടിച്ച് പോരെ? ഇവിടെ ഔട്ടായി. ഇത് ഔട്ടായി. ഇതാണ്ട് വേറൊരു മന്ത്രമുണ്ട്. പെണ്ണിനാണാക്ക ആണിനെ പെണ്ണാക്കാം. അതുണ്ടോ? ആ എനിക്ക് ആണാണോ? ആണാണ്. നല്ല പോലായി. ഇവിടെ പെണ്ണായിട്ട് തന്നെ ജീവിക്കാൻ വയ്യ. ശരി, ഇത് എത്രയാണ്? 20. നമ്മൾ കൂട് വിട്ട് കൂട് മാഞ്ഞു പോകുന്നൊരു മാജിക് കണ്ടിട്ടുണ്ടോ? ആളെ മാറ്റുന്നതാണോ? ആ, അല്ലെങ്കിൽ ആൾമാറാട്ടം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ആ കോയിൻസ് എത്രയാണ്? 20. നല്ല നോക്ക്. 20. ഇതൊരു ടവലാണേ. 20ന്റെ നോക്കൂ. ഇന്ത്യൻ റുപ്പി. ആ കാലി ടവലാണ്. ആ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ. നോക്കിയാ വെളിച്ചത്തിലൊന്നും കാണാൻ ടെക്നിക്കൽ ഒന്നുമില്ല. ആ 20ന്റെ നാണയമാണ്. ആ തരൂ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? മസ്താനി. मस्तान बीबी, ആ एक काम करो, आप इधर ये कॉइन्स को पकड़ो. ऐसा ഏ പക്കടോ. പക്കവടയല്ല, പിടിക്കാൻ. പിടിക്കാൻ. ആ പിടിച്ചോളൂ. ഇവിടെ അല്ലേ? ആ ഈ കൈ കൊണ്ട് ഇവിടെയും പിടിക്കും. ആ ഒരു കാരണവശാലും വിടരുത്. ഇല്ല. എന്താ ചെയ്യാ? ഇതൊരു ടവലാണ്. ആ ആ ഇത് കാലി. ആ മോളൊരു കാര്യം ചെയ്യും. ആ ടവലിലെ കോയിൻസ് ഉണ്ടല്ലോ, കളയണ്ട, ഇല്ല. ഭദ്രമായി വെക്കുക. ആ ഈ ടവൽ ഞാൻ ഇങ്ങനെ ചിരിട്ടാണ്. ആ ഇവിടെ തന്നെ വെക്കുക. ആ കോയിൻസ് അവിടെ ഉണ്ടല്ലോ. ആ വിട്. വിട്ടോ പോകൂല, പിടിക്കണ്ട. ആ ഉണ്ടോ? ആ ഉണ്ട്. ബുസ് ശൈത്താൻ കെ ബച്ചേ. കൈ കാണിക്ക്. അടച്ചുപിടി. വിടല്ലേ. ആ ടവലിന്റെ മുകളിലേക്ക് ഇതുകൊണ്ടൊന്ന് ഒരു എയർ കൊടുക്ക്. ആ അങ്ങനെ. ഇതാണോ എയർ കൊടുക്കല്? ഞാൻ എയർ കൊടുക്കുന്ന സംഭവം ഇങ്ങനെ ഇറങ്ങാൻ ഒറ്റ. അപ്പൊ മെല്ലെ ആ ടവലൊന്ന് കുടഞ്ഞു നോക്ക്. അതൊക്കെ കൊടുക്ക്, പേടിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ തന്ന കോയിൻസ് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്ന് ഇക്ക വെച്ചല്ലേ? എപ്പോ വെച്ചു? ഭയങ്കര അപ്പൊ ഈ ടവലിൽ വേറെ കോയിൻസ് ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ തന്ന കോയിൻസ്. ഇത് പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർക്കുള്ള ഒരു പണിയുണ്ട്, അതറിയോ? ഈ അൻസറിനൊക്കെ കാണിക്കുന്ന ആൾക്കാർക്കുള്ള പണി കേട്ടോ. ആ ഇതെന്താ ചെയ്യുക? ഒരു ടവലെടുക്കുക. ആ ഒരു ഭാഗം ഉണ്ടോ? ഈ ടവലിനെടുത്തിട്ട് എന്താ ചെയ്യണം അറിയോ? നമ്മൾ മുഖമൊന്നും തുടക്കില്ല ഇതിൽ, കാരണം ആൾക്കാരുടെ കയ്യിൽ കൊടുക്കേണ്ടതുള്ളൂ. ഈ ടവലിൻ്റെ ഇരുവശം എടുക്കുക. ഈ അൻസറിനൊക്കെ കാണിക്കുന്ന ആൾക്കാർക്കുള്ള പണിയാണ്. ഈ ടവലിനെ ഇങ്ങനെ പിടിക്കുക, അങ്ങനെ കെട്ടുക. കെട്ടി ഒന്ന് ടൈറ്റ് ആക്കണം. കെട്ടുക കേട്ടോ. ഇപ്പൊ ടൈറ്റായി ആയിട്ടില്ല, ലൂസാണ് അല്ലേ? ഒന്ന് ടൈറ്റ് ആക്കി കളയാം. എന്താ മസ്താൻ ബീബിയെ പക്കടോ. പക്കവട വലിക്കൂ. നിൽക്കുന്നത് ഞാനിത് പിടിച്ചോട്ടെ, എന്നാലേ വലിക്കുമ്പോട്ടെ വലി. നല്ല ഇതൊന്നും പോലെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ?
ഓക്കെ ആ. റെഡി വിട്ടോ. ആ. നീ ഇതും പിടി, വലി. ഓ ഇങ്ങനെ വലിച്ചാൽ എൻ്റെ ടവല് കീറി പോകും. ഇപ്പൊ വലിച്ചല്ലോ, ആ. ഇതൊന്ന് അമർത്തി നോക്ക്, കല്ല് പോലെ ഉണ്ടോ? അവിടെയല്ല, കെട്ടമർത്തി നോക്ക്. ആ ഉണ്ടോ? കല്ല് പോലെ ഉണ്ട്. ഉണ്ട്. ഇത് പയക്കണമെങ്കിൽ എന്തായാലും ഒരു 10-20 മിനിറ്റ് പിടിക്കും. അങ്ങനെ കഴിക്കണ്ടോ? നല്ല ചെറിയ കെട്ടാണ് അല്ലേ? ആ. മോൾക്ക് മന്ത്രം അറിയോ? ഇല്ല ഇല്ല. ഞാൻ ഒരു മന്ത്രം പറയാം, നിങ്ങൾ പറയണം. ആ. ഈ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറച്ചു വെക്കാൻ പോവാ കേട്ടോ. ആ. ഇതിൻ്റെ ഉള്ളിൽ ഈ കെട്ടിന് ഞാൻ പിടിക്കുന്നില്ല, മോള് പിടിച്ചേക്കണം കേട്ടോ. ആ. ഈ കെട്ട് പിടി, അമർത്തി പിടിച്ചോ, വിടണ്ട, മുറിച്ച് പിടിച്ചു, ഒന്ന് നീട്ടി പിടി, അങ്ങനെ പിടിക്കും. ഞാൻ പറയുന്നില്ല, മോളാണ് മന്ത്രം പറയണേ. ആ. പറയ്, ഹാത്തി ഖുജാത്തി പറ, ആ? ഹാത്തി ഖുജാത്തി എന്ന് പറ. ഹാത്തി കുജാത്തി. ഒന്ന് ഊത്, തുറന്നു നോക്ക്, ധൈര്യത്തിൽ തുറക്ക്. ഈ മന്ത്രം നിങ്ങൾ എവിടെങ്കിലും പറഞ്ഞാലേ വെല്ലവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി, അവന്റെ മുണ്ടഴിഞ്ഞു പോകും. ഇതിപ്പോ ഗുരുനാഥന്റെ തലക്ക് നോക്ക്, ഇതെന്താ അല്ലേ? നോക്ക്, നമ്മുടെ തലക്ക് മജീഷ്യനാണ് കേട്ടോ. മകൻ മജീഷ്യൻ, മുപ്പരുടെ മകനാണിത്, രണ്ടാമത്തവൻ. അവൻ മജീഷ്യൻ. മൂന്നും ആ മക്കളാ, ഒരു പെൺകുട്ടി. എനിക്ക് 4 മക്കള്. അപ്പൊ അതില് പേരക്കുട്ടികള് എന്നെ നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ പേരക്കുട്ടികളാണോ? അതൊക്കെ എന്റെ കൂട്ടുകാരാണ്, എന്റെ മക്കളുടെ കൂട്ടുകാരാണ്. മക്കൾ തന്നെ, നമ്മുടെയൊക്കെ മക്കളുടെ സ്ഥാനത്ത് തന്നെ അവർക്ക്. കാരണം എന്താ വെച്ചാല് പിന്നെ അവരൊക്കെ കൂട്ടുകാരാകുമ്പോൾ നമുക്ക് മക്കളെ പോലെ ഇല്ല അവര്. പിന്നെ അവര് നമ്മളെ മുമ്പിൽ ഇതുവരെ അവരങ്ങനത്തെ കച്ചറ സ്വഭാവം ഒന്നും കാണിക്കില്ല. കാരണം അവരുടെ കച്ചറയൊന്നുമില്ല. നമ്മുടെ ഈ കോളനീൻ്റെ ഉള്ളിൽ ഒരുപാട് പിള്ളേരുണ്ട്. ആപത്ത് വരുമ്പോൾ എല്ലാവരും സഹായം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മക്കൾ ഓടി വരുമ്പോൾ ഞാൻ ഒക്കെ ഓടി വരും. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. ലക്ഷം പോയിട്ട് ഞാൻ എന്താ അറിയാം, വീട് വിട്ടിട്ട് വേറെ എവിടെയും പോയിട്ട് ഒരു വീട് വാങ്ങിച്ച് ഇരിക്കാൻ അറിയാഞ്ഞിട്ടില്ല. നമ്മൾ മരിച്ചുപോയ നമ്മുടെ കബറിൻ്റെ ഉള്ളിൽ ഇന്നോവ കാറൊന്നും കുഴിച്ചിട്ടില്ലല്ലോ, ഇടോ? പിന്നെ എന്തിനാ നമ്മൾ അധികം മോഹിക്കണം? അങ്ങനെ പോട്ടെ, അത്ര. നമ്മൾ കൈവീശി വന്ന കൈവീശല്ലേ പോണ്ട, കൈ വീശൂല്ലല്ലോ. കാലിക്കൈയായിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഫൈനൽ മാജിക് ഒന്ന് കാണിച്ചു. ഈ തുണി ഒന്ന് നോക്കൂ, വല്ല കംപ്ലൈന്റ് ഉണ്ടോ നോക്ക്, നല്ല നൂർത്തി നോക്ക്, ക്ലിയർ ആയിട്ട് നോക്ക്. ഈ തുണി എന്തിനാ പറ്റുക? മുറി വീട്ടാൻ. പിന്നെ വേറെ എന്തെങ്കിലും പറ്റുമോ? ബലം കമ്മിയാണല്ലോ അല്ലേ? പിന്നെ പഴയ കാലത്ത് ഈ തുണി കൊണ്ട് നമ്മുടെ വിളക്കിന് തിരിയിടാൻ ഉപയോഗിക്കും, മണ്ണെണ്ണ വിളക്കിനെ. പിന്നെ ഒരു കാര്യത്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പഞ്ഞില്ലാത്തൊരു കാലം ഉണ്ടായപ്പോ ആൾക്കാർ മരിച്ചു പോയാൽ ഇങ്ങനെ തുണിയുടെ കഷ്ണം ഉരുട്ടിയിട്ട് ചത്തുപോയതിന്റെ മൂക്കിൽ വെച്ച് കൊടുക്കും. എന്തിനാ വെക്കണേ? പഞ്ഞില്ലാത്തോണ്ടല്ല, പോയ ശ്വാസം തിരിച്ചു വരാതിരിക്കാനാ. ചത്തുപോയാൻ പോയില്ലേ, ശ്വാസം പോയില്ലേ, പിന്നെ ഇത് പഞ്ഞി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ 2ാം പ്രാവശ്യം ശ്വാസം കയറും, പിന്നെ അവനെ എണിച്ചു കുത്തിരിക്കും. അപ്പൊ പിന്നെ ഇവനെ കൊണ്ട് തല്ലിയാവും. അതുകൊണ്ട് ഇയാളെ എവിടുന്ന് കിട്ടി? ഇതാ, ഇത് നമ്മൾ ഒരു ഇന്ത്യ രാജ്യമാണ് കേട്ടത്. നമ്മുടെ ജന്മനാട് ഭാരതമാണ്. ഇവിടെ ഈ ഭാരതത്തിൽ കുറെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അടിപിടി പ്രശ്നങ്ങളാണ്. ആദ്യം മനുഷ്യനാണെന്ന് അംഗീകാരമാണ്, അതില്ലാതെ ആൾക്കാരാണ്. ഒരു ഇന്ത്യ രാജ്യമാണിത് കേട്ടോ. ഇവിടെ 5 മതങ്ങളുണ്ട്. ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു സിഖ്, ഒരു ബുദ്ധൻ. ഈ 5 മതങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴേ ഒരു സംഗതി എടുക്കാൻ പറ്റുള്ളൂ. ഈ 5ൽ ഏതെങ്കിലും ഒന്ന് പിരിഞ്ഞാലോ പ്രശ്നം തന്നെയാണ്. അപ്പൊ പിരിയാൻ പാടില്ല. എൻ്റെ ഒരു ഉദാഹരണം ഇതാ, ഒരു ഇന്ത്യ രാജ്യം 5 മതങ്ങളെ ചിത്രീകരിക്കണം കേട്ടോ. ഇതാ പിടിക്ക്. ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു സിഖ്, ഒരു ബുദ്ധമതം. എത്രയായി? 5 മതം. ഈ 5 മതം എന്ന് പറഞ്ഞാൽ ഈ 5 മനുഷ്യന്മാരാണ്, അല്ലാതെ മതം മനുഷ്യൻ ഉണ്ടാക്കിയതാ. ശരിയാണോ? എൻ്റെ പേര് ശംസുദ്ദീൻ അല്ലേ? ഈ ശംസുദ്ദീൻ എന്ന് പറയുമ്പോൾ ഹിന്ദു സമുദായത്തിൽ ഈ പേരുണ്ട്, ശംസുദ്ദീൻ. എന്താ എൻ്റെ അർത്ഥം? അറബാണ്. മലയാളത്തിലെ അർത്ഥം സംസുൻ, സൂര്യൻ. ദീനോ പ്രകാശം, വെളിച്ചം. ശംസുദ്ദീൻ സൂര്യപ്രകാശ്. അപ്പൊ സൂര്യപ്രകാശ്. അതേ സൂര്യപ്രകാശ് എന്ന് ഹിന്ദു സമുദായത്തിൽ 2 പേര്. കമറുദ്ദീൻ, കമറു എന്താണ്? ചന്ദ്രൻ. ദീൻ പ്രകാശം അല്ലേ? അപ്പൊ ചന്ദ്രപ്രകാശ് ഉണ്ടോ? ഇല്ല, ഉണ്ടോ? സാരദ എന്ന് പേരുണ്ടോ? ഹിന്ദു സമുദായത്തിൽ. സാറാ ബീബി മുസ്ലിം ഉണ്ടോ? സാറാമെന്ന് ക്രിസ്ത്യാനികളുണ്ടോ? അപ്പൊ പിന്നെ എവിടെ മറ്റേ മനുഷ്യന്മാർക്ക് ഓട്ടപ്പെട്ടു പോയി? 2. അപ്പോ ചാന്ദിനി ബീബി എന്ന് മുസ്ലിമിലുണ്ടോ? ചാന്ദി ബീബി.
ഹിന്ദു സമുദായത്തിൽ ചന്ദ്രകുമാരി എന്നുണ്ടോ? ആ ബീബി പറഞ്ഞാൽ എന്താണ്? റാണി എന്നാണ് ഉം, ഭാഷ. ഉം, ചന്ദ്രകുമാരൻ, ഉം, ചാന്ദ് ബീബി, ഉം, റാണി എന്നാണ്. ഉം. അപ്പോൾ ചെക്കുമാരി. ചന്ദ്രിക, ചന്ദ്രകുമാരി, ഇതൊക്കെ ഉണ്ട് പേര്. ഓരോ പ്രാന്തന്മാർ തല്ലുകൂടി ചത്തുപോണതിനിപ്പം നമ്മുടെ കുറ്റ. അല്ല. അപ്പൊ ഈ ഹിന്ദു മതങ്ങളും മുസ്ലിം ഒക്കെ പിരിച്ചു വെച്ചിരിക്കല്ലേ. ആ ഇതിപ്പോ ഇന്ത്യയിൽ 2 തുണ്ടാക്കാൻ പോണട്ടോ. ഉം. ഇന്ത്യ 2 തുണ്ടാക്കി അയ്യോ കീറിപ്പോയി, സാരമില്ല. ഇത് ഒപ്പമാക്കട്ടെ. അവിടെ എത്ര ഉണ്ട്? 5. അവിടെ ഒപ്പായില്ല. ഒന്ന് ചെറുതൊന്ന് വലുതുമാണ്, സാരമില്ല. ഈ 5 പീസ് ഉണ്ടല്ലോ, ഇപ്പൊ 5 ഇവിടെ നിങ്ങളത്. അപ്പൊ ഈ 5 മതങ്ങൾ തല്ലുകൂടിയിട്ട് ഇങ്ങനെ 2 തുണ്ടായി ഇന്ത്യ ആയപ്പോ പൊളിറ്റിക്കൽസ് രാഷ്ട്രീയക്കാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വേണ്ട എങ്ങനെ വേണം ഇവിടെ ഇടയിലൊരു കെട്ടിട്ട് കണ്ടോ, ഏച്ചു കൂട്ടിയാൽ മോയച്ചു നിൽക്കും അല്ലേ. അപ്പൊ ആ പീസുകളൊക്കെ ഇതിൽ വെക്ക്, ഓരോ പീസുകൾ ഇതിന്റെ മുകളിൽ വെക്ക്. ഇതിന്റെ മുകളിലാ? ആ വെച്ചോ. ഇങ്ങനെയാ? അപ്പൊ ഇന്ത്യയിൽ എത്ര മതം വേണ്ടേ? ഇതാ ഒരു ഹിന്ദു ഇന്ത്യയില്, ഒരു മുസ്ലിം പറഞ്ഞ ഞാൻ മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഒരു ക്രിസ്ത്യാനി, അപ്പൊ 3 മതങ്ങളായി. അപ്പൊ സിഖ്, ബുദ്ധൻ, 5 മതങ്ങളായി. ഈ 5 ഇതിന്റെ ഉള്ളിലാ, മനസ്സിലായോ? ഇങ്ങനെ വെച്ചു. ഈ 5 ആൾക്കാർ ഒരുമ വേണം, അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ട് കാര്യമില്ല. നമുക്ക് ചുരുട്ടി മടക്കി ഒരു ബോളാക്കാതെ. പീസുകളൊക്കെ താഴെ വീഴുന്നുണ്ടോ നോക്കണേ. ഇതിൽ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതിൽ വല്ലതും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ആകെ എത്ര പീസ് ഉണ്ട്? 5. 5ഉം 2 7 പീസ് ഇല്ലേ? കൈ കാണിക്ക്. ഈ ബോൾ ഇങ്ങനെ പിടിക്കാണ്. മോളെ, ഒരു കുടുംബം നോക്കാൻ സാധിക്കാത്തവൻ ഒരു ഇന്ത്യ രാജ്യം ഭരിക്കാൻ പറ്റുമോ? ഇല്ല. 2 കൈ കാണി. ജയ ഗുരുദേവ. അടക്കണ്ട കേട്ടോ, കൈ അടക്കണ്ട. അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ 100 മൊത്തം എത്ര പീസിന്റെ ഇത്? 7. ഇത് 100 ഇങ്ങനെ വരുമ്പോൾ ഒരു കഷ്ണം പോലും താഴെ വരരുത് പൊട്ടിയിട്ട്. എല്ലാരും സ്നേഹത്തോടു കൂടി ജീവിക്കണ പോലെ വേണം. ഇത് ഒട്ടി നിൽക്കണം കേട്ടോ. എല്ലാരും തുണിക്കഷ്ണങ്ങളെ എല്ലാരും ഒന്നാകണേ. തല്ലുകൂടി ചാകരുത്. ഇതാണ് നമ്മുടെ ഭാരതം. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഒരു തുണിക്കഷ്ണത്തിന്റെ സ്നേഹം പോലും മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ രാജ്യം കുട്ടിച്ചോറായി പോകും. അപ്പൊ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും. സന്തോഷം. എനിക്ക് സന്തോഷം. ഞാൻ ആദ്യമായിട്ട് മാജിക് നേരിട്ട് ഇത്ര ലൈവായിട്ട് കാണണേ. ടിവിയിലും ഇപ്പം യൂട്യൂബിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് മൊത്തത്തിൽ മറ്റേ കോയിൻസിന്റെ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഞാൻ കറക്റ്റ് 10 എണ്ണിട്ട് അതെങ്ങനെ 11 ഞങ്ങൾ അങ്ങനെയാണ്. കാരണം 10 11 ആക്കും, 12 ആക്കും, അവസാനം ഒന്നുമില്ലാണ്ടാക്കും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി, വളരെ സന്തോഷം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഷംസുഖാന്റെ വീട് കണ്ട് ഷംസുഖാന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി ഇപ്പൊ വർത്തമാനത്തിൽ പോരെ. എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഗൈസ്, നമ്മള് ഷംസുഖയുടെ മാജിക് കണ്ടതിന് എന്റെ കിളി പാറിയിരിക്കുകയാണ്. അപ്പൊ ഷംസുഖയുടെ മകനാണ് മുസ്തഫ്ക. ഇദ്ദേഹവും മജീഷ്യനാണ്. ഇവരിങ്ങനെ പാരമ്പര്യമായിട്ട് ഈ ഒരു ഫീൽഡാണ്, ഈ മാജിക് ഒക്കെ ചെയ്ത് ഇങ്ങനെ സൂപ്പറായിട്ട് പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാജിക്കും കൂടി നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് കാണാം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് കാണാം. ഇപ്പം എൻ്റെ മൊബൈല് കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ഒരു സംഭവം ചെയ്യാം. ഇപ്പോൾ മാജിക്കൊക്കെ പല ടെക്നോളജി ആയിപ്പോയി. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ തലേന്ന് ഞാനൊരു കോയിൻ എടുത്തിട്ട് ഇതിലിടുകയാണ്. കാണുന്നുണ്ടോ? ഒരു 2 രൂപയുടെ കോയിൻ വന്നിട്ടുണ്ട്. ഈ കൈ ഞാൻ ആക്ഷൻ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇവിടെ വെച്ചു. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് ഇത് അതൊരു സാധനം. വീണ്ടും നമ്മൾ ഒരു കോയിൻ എടുത്തിട്ട് കയ്യിൽ വയ്ക്കുക. 1 2 3 മാജിക്. ഇതൊരു സാധനം അത് പോയി. സിമ്പിൾ സാധനം, കണ്ണിൻ്റെ മുന്നിൽ നിന്ന് വാനിഷ് ആകുന്ന സാധനം. ഇതിൽ വേറൊരു സാധനം ഉണ്ട്, ഒരു ചെറിയൊരു മൈൻഡ് റീഡിങ്ങിൻ്റെ പോലത്തെ ഒരു സാധനം ചെയ്യാം. ഇപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ കൂടുതൽ സാധനങ്ങളോ മെറ്റീരിയൽ എന്ന് വെച്ചിട്ട് ഇപ്പോൾ മാജിക് ചെയ്യേണ്ട. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ മാജിക് ചെയ്യാം. അത്രയും ടെക്നോളജി മാറിപ്പോയി. 1 2 3 4 4 നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഒരു നമ്പറിനെ മനസ്സിൽ ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു നമ്പർ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. 1 2 3 4 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. 12 34 എന്ന് വിചാരിക്കരുത്. 1 2 3 4. ശരി, ഞാൻ കളഞ്ഞു.
ഇനി ചെറിയൊരു മൈൻഡ് റീഡിങ്. എൻ്റെ കണ്ണിലേക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ, ഒന്ന് നോക്കിക്കോ. റെഡി? ഇപ്പോൾ താൻ വിചാരിച്ച നമ്പറിനെ ഞാൻ ഇതിൽ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പോകണം. ജസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അറിയാം തനിക്കും അറിയാം, ഇവർക്ക് ആർക്കും അറിയില്ല. ജസ്റ്റ് ഒന്ന് പറയാം അത്, അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കാം. എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പറയണോ അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കാം? എത്ര വെച്ചാൽ കാണിക്കാം. ഞാൻ വിചാരിച്ചത് പറയാം. വിചാരിച്ച സാധനം ഉറപ്പാണ്, മാറ്റമല്ല, സത്യമാണ്. ദിസ് 2 ആണ് മൈൻഡ് റീഡിങ്. വേണ്ട, 1 മുതൽ 10 വരെ നമ്പർ അല്ലേ, ഇഷ്ടമുള്ള നമ്പർ പെട്ടെന്ന് മനസ്സിൽ ചൂസ് ചെയ്യും. പെട്ടെന്ന് ടപ്പ് വിചാരിച്ചോ. ഒരു 3 ഓപ്ഷൻ തരാം. 3 ഞാൻ പറയും കേട്ടോ. അല്ല, 3 പറയും, അതിലേതാ ചൂസ് ചെയ്യാം. ശരി, താൻ വിചാരിച്ച നമ്പർ 8 ആണോ? മാജിക്. ഇതൊരു സാധാ സ്റ്റിക്കാണ്, വടി. ഇവിടുന്ന് പൊട്ടിച്ചെടുത്താട്ടോ. ഇതിപ്പോ നിങ്ങൾ പുറത്തുള്ള സാധനം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ വാപ്പച്ചി ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും മാജിക് അവതരിപ്പിക്കും. അതാണ് മാജീഷ്യൻ കേട്ടോ. നമുക്ക് എക്യുപ്മെന്റോ സാധനങ്ങളൊന്നും വേണം. ഇപ്പൊ ഇത് പിടിച്ചോ, ഇപ്പൊ ഒരു സ്റ്റിക്ക്, അതൊരു മാജിക് സ്റ്റിക്കാണ് എന്ന് വിചാരിക്കുക. ഇനി കയ്യിൽ നിന്ന് ഒരു മോതിരം ഒരിക്കുക, സ്വർണ്ണല്ലേ, അത് ഇത് ഒരിക്കും, വലുത് കിട്ടുമ്പോൾ തോനെ കിട്ടട്ടെ. സ്വർണ്ണല്ലേ ഇത്? അപ്പൊ ഇത് ഓപ്പൺ അല്ലല്ലോ? അല്ല. ഓക്കെ. അപ്പൊ ഈ റിങ്ങിനെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. കാരണം എൻ്റെ റിങ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതെടുത്ത് കഴിഞ്ഞാൽ അതും എന്തോ ടെക്നിക്ക് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇത് തൻ്റെ റിങ്ങാണ്, ഇതൊരു മാജിക് മെറ്റീരിയൽ അല്ല, ഇതൊരു മാജിക് മെറ്റീരിയൽ അല്ല. ഇപ്പൊ റിങ്ങിനെ ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചു, ആ മാജിക് സ്റ്റിക്ക് കൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചു. അപ്പൊ താനാണ് മാജിക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ റിങ്ങിനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് കൊടുത്ത് മാജിക് വടി തരും. മാജിക്കിന്റെ മന്ത്രമുണ്ട്. എന്താ മന്ത്രം അറിയില്ലേ? അറിയോ? അബ്രകഡബ്ര, ഫോക്കസ് ഫോക്കസ്, 1 2 3. ഞാൻ സെൻറ്ററിൽ പിടിച്ചു, ഒരു കൈ ഇവിടെ പിടിച്ചു, ഒരു കൈ ഇവിടെ പിടിച്ചോ. ഞാൻ നടുവ് പിടിച്ചു, നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും പിടിച്ചു. എനിക്ക് ഈ കൈ എടുക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം അല്ലേ? അല്ലെ പിന്നെ തുറന്നെടുക്കണം, മുറുക്കി പിടിച്ചോളണം. ഞാൻ ഈ റിങ്ങിന് ഇടാണ്. 1 2 3. അതാണ് സംഭവം. ഇനി ഇതേ റിങ്ങിന് തന്നെ ഇതിലിപ്പോ മാക്സിമം എത്ര ഭാഗം ഉണ്ടാവും? ഉണ്ടാവും ഒരു ഭാവനോളം. നൂതിയിട്ട് ഇത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞാൽ സ്വർണം പോയി. അല്ല, ഇത് കാശ് തന്നാൽ തിരിച്ചു വാങ്ങിച്ചു തരും അല്ലേ? അല്ലാതെ നമ്മളടുത്ത് വകുപ്പൊന്നുമില്ല. എങ്കിലും കോയിൻസ് അല്ല, റിങ് ഒരാൾ ആരുടെ ആളെ കൈമ മോതിരം കിടക്കണ്ട നോക്കി നോക്കാം. ഇതല്ലേ, ഇതെങ്ങനെ അങ്ങോട്ട് കയറി എന്നുള്ള അറിയില്ല. അപ്പൊ തോനെ കിട്ടട്ടെ. ഇഷ്ടപ്പെട്ടോ? ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നു.